നമസ്കാരം. ഉത്തരേന്ത്യയെ അപേക്ഷിച്ച് ദക്ഷിണേന്ത്യയിൽ കരുത്തുറ്റ BJP നേതാക്കൾ കുറവാണ്. അതിൽ തന്നെ വളരെ കുറവാണ് സ്ത്രീകളുടെ പ്രാതിനിധ്യം. പക്ഷെ ഇതിനെല്ലാം ഒരു അപവാദമാണ് കോയമ്പത്തൂരിലെ BJPയുടെ MLA ആയ വാനതി ശ്രീനിവാസൻ. BJPയുടെ കോയമ്പത്തൂർ സൗത്ത് നിയമസഭാ അംഗമായ വാനതി ശ്രീനിവാസനെ തേടി ഇപ്പോൾ ഒരു പുതിയ അംഗീകാരം കൂടി എത്തിയിരിക്കുകയാണ്. അവരുടെ ഓഫീസിന് ISO സർട്ടിഫിക്കേഷൻ ലഭിച്ചിരിക്കുന്നു. ഇത് നേടുന്ന തമിഴ്നാട്ടിൽ നിന്നുള്ള ആദ്യത്തെ MLA ആണ് വാനതി ശ്രീനിവാസൻ എന്നുകൂടി ഓർക്കേണ്ടതുണ്ട്. ഈ നേട്ടം സ്വന്തമാക്കിയതോടുകൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി BJPയുടെ സൂറത്ത് MP ആയ CR പാട്ടീൽ, ആം ആദ്മി പാർട്ടിയുടെ തിമർപൂർ MLA ആയ ദിലീപ് പാണ്ഡെ എന്നിവരുടെ നിരയിലേക്കാണ് വാനതി ശ്രീനിവാസനും എത്തിപ്പെട്ടിരിക്കുന്നത്. അവരുടെ ഓഫീസിന്റെ ഫലപ്രദമായ മാനേജ്മെന്റിന് തന്നെയാണ് ഈ ISO സർട്ടിഫിക്കേഷൻ അംഗീകാരം ലഭിച്ചിരിക്കുന്നത്. ഓഫീസിൽ ആകെ 12 ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. ജനങ്ങളുടെ ആശങ്കകൾ പരിഹരിക്കുന്നതിന് സജീവമായ ഒരു വാട്സാപ്പ് നമ്പറുണ്ട്. നിവേദനങ്ങൾ ക്രോഡീകരിച്ചുള്ള ഒരു റെക്കോർഡിംഗ് സംവിധാനം, പ്രതികരണ സംവിധാനം, സജീവമായ ഓൺലൈൻ ഇടപഴകൽ എന്നിവയാണ് ഈ വാനതി ശ്രീനിവാസൻ MLAയുടെ ഓഫീസിന് ഈ ISO സർട്ടിഫിക്കേഷൻ ലഭിക്കാൻ കാരണമായ ചില പാരാമീറ്ററുകൾ. മണ്ഡലത്തിലെ ജനങ്ങൾക്ക് നൽകിയ ഗുണനിലവാരമുള്ള സേവനത്തിനുള്ളതാണ് ഈ അംഗീകാരം എന്ന് വാനതി ശ്രീനിവാസൻ ഇതാദ്യം റിപ്പോർട്ട് ചെയ്ത ദി പ്രിന്റിനോട് പ്രതികരിച്ചിട്ടുമുണ്ട്. തന്റെ മുഴുവൻ ടീമിന്റെയും അർപ്പണ മനോഭാവത്തിന് മുന്നിൽ താൻ ഇത് സമർപ്പിക്കുന്നു എന്നുകൂടി അവർ പറയുന്നു. ഇതിനോടൊപ്പം വാനതി ശ്രീനിവാസൻ കൂട്ടിച്ചേർത്ത ഒരു വരി കൂടിയുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് തന്റെ പ്രചോദനമെന്ന്. അവർ വെറുതെ അങ്ങ് പറഞ്ഞതല്ല അങ്ങനെ. കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുജറാത്തിന്റെ മുഖ്യമന്ത്രി ആയിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ഓഫീസിലും ഈ ISO സർട്ടിഫിക്കേഷൻ അംഗീകാരം ലഭിച്ചിരുന്നു 2011. എന്തായാലും കേരളത്തിലെ ഏത് MLA തേടിയാവും ഏതെങ്കിലും ഒരു കാലത്ത് ഇത്തരത്തിലുള്ള ഒരു ബഹുമതി എത്തുക എന്ന് നമുക്കറിയില്ല. എന്തായാലും അയലത്തെ വാനതിയെ ഇപ്പോൾ രാജ്യം മുഴുവൻ പ്രശംസ കൊണ്ട് മൂടുകയാണ്. ന്യൂസ് ഡെസ്ക് സിറ്റി മലയാളം.